ഹലോ എവ്രി വൺ, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ചുക്കയാണ്. ഇതിൻ്റെ മസാലയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന മസാലയാണ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ടേസ്റ്റി ആവാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പ് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുക. 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റാൻ സൗകര്യത്തിനാണ് ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്തത്. ചെറിയ കുക്കറിനകത്തിട്ട് വഴറ്റിയാൽ ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുക്കറിനകത്തിട്ട് വഴറ്റാം. ഇപ്പോൾ ഇത് വഴറ്റിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ആദ്യമേ ഉപ്പ് ചേർക്കരുത്, ഈ വെള്ളം വന്നതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതൊരു ചെറിയ കുക്കറിനകത്തിട്ടാണ് വേവിക്കുന്നത്. ഇനി ഇത് 3 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു 95% കുക്കായാൽ മതി. ഇപ്പോൾ കുക്കർ ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇതിനകത്തോട്ട് വേണ്ട മസാലയൊന്ന് വഴറ്റിയിട്ട് പൊടിക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 വറ്റൽമുളക് ഇട്ടു. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്സ്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തീ നന്നായി കുറച്ച് വെച്ച് വറുത്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാം. പൊടിച്ചെടുത്ത മസാല സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് 1/4 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എണ്ണ ചൂടാവുമ്പോൾ 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൊടുക്കും കറിക്ക്. ഇത്രയും വഴന്നാൽ മതി. ഇനി നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടണിന് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം മട്ടൺ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഒരുപാടില്ലാത്തതുകൊണ്ട് ഞാനിവിടെ എല്ലാം ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിനകത്ത് കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് കുക്കാവണം.
ഇപ്പോൾ ഇത് കുറച്ച് നേരം ആയിക്കഴിഞ്ഞു. വെള്ളമൊക്കെ ഒരുമാതിരി വറ്റി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ചുക്ക മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം കൂടെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചുക്ക മസാലയൊക്കെ പൊടിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്